ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ജപമാല ചൊല്ലുവാൻ നിങ്ങൾ മടിയുള്ളവരാണോ? എങ്കിൽ ഇനി മുതൽ വിശുദ്ധ പാദ്രിയോ പിയോയുടെ സഹായം തേടി ഒന്ന് പ്രാർത്ഥിച്ചേ. പുണ്യാളൻ നിങ്ങളെ സഹായിക്കും. എങ്ങനെയാണെന്നല്ലേ? വിശുദ്ധ പാദ്രിയോ പിയോയുടെ മരിയ ഭക്തി എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. ജപമാല ചൊല്ലുന്ന സമയത്തൊക്കെ എൻ്റെ കൂടെ ഞാൻ കൂട്ടിന് വിളിക്കുന്ന 2 പേരാണ്. ഒന്ന് വിശുദ്ധ പാദ്രിയോ പിയോയും, 2 എൻ്റെ കാവൽ മാലാഖിയും. ഇവരുടെ സാന്നിധ്യത്തിലായിരുന്ന് ജപമാല ചൊല്ലുമ്പോൾ ക്ഷീണവും മടിയും ഉറക്കവും ഒക്കെ മാറിക്കിട്ടുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കും ഇനി മുതൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വിശുദ്ധനെയോ അല്ലെങ്കിൽ വിശുദ്ധയെയോ കൂട്ടുവിളിക്കാം നിങ്ങളുടെ പ്രാർത്ഥനാ നേരങ്ങളിൽ. പാദ്രിയോ പിയോ മാതാവിൻ്റെ വലിയൊരു ഭക്തനായിരുന്നു. അദ്ദേഹം ദിവസത്തിൽ 40 ജപമാല വരെ ചൊല്ലിയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഞാൻ ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് വിശുദ്ധന് ഒരു ദിവസം ഇത്രയേറെ ജപമാലകൾ ചൊല്ലുവാൻ സാധിക്കുന്നത്? വിശുദ്ധൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ഞാൻ വായിച്ചറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, പാദ്രിയോ പിയോയുടെ കയ്യിൽ എപ്പോഴും ഒരു ജപമാലയുണ്ടായിരുന്നു. ആശ്രമം, ദേവാലയം, കുമ്പസാരക്കൂട് എന്നിങ്ങനെ എവിടെയായിരുന്നാലും ആ ജപമണികൾ കൈവിരലുകൾക്കിടയിലൂടെ സദാസമയം ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരുന്നു. എപ്പോഴും ജപമാല ചൊല്ലുന്ന ഒരു ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. രാത്രിയിൽ വളരെ കുറച്ചു മാത്രം ഉറങ്ങുകയും കൂടുതൽ സമയം പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ പാദ്രിയോ പിയോ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പുണ്യാളനോട് പ്രാർത്ഥിക്കും, എൻ്റെ പിയോ അച്ഛാ, അങ്ങയിൽ വിളങ്ങിയിരുന്ന വിശുദ്ധിയും തീഷ്ണതയും പ്രാർത്ഥനാ ചൈതന്യവും ഭക്തിയും എനിക്ക് നൽകണമേ. അങ്ങ് 40 ജപമാല ചൊല്ലിയെങ്കിൽ എനിക്കും അനുദിനവും കൂടുതൽ ജപമാല ചൊല്ലാനുള്ള കൃപ തരണമേ. പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ സ്നേഹത്തിലേക്ക് വളരുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ഞാനിങ്ങനെ നിരന്തരം പുണ്യാളനോട് മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാറുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് ജപമാലകൾ ചൊല്ലാറുണ്ട്. അതിനെന്നെ സഹായിക്കുന്നത് ഈ പുണ്യാളനും എൻ്റെ കാവൽമാലാഖിയുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവരുടെ സഹായം ഞാൻ പ്രത്യേകമായിട്ട് തേടി പ്രാർത്ഥിക്കാറുണ്ട്. നമുക്കറിയാം, ആധുനിക കാലഘട്ടത്തിലെ മഹാവിശുദ്ധനാണ് വിശുദ്ധ പാദ്രിയോ പിയോ. പഞ്ചക്ഷതധാരിയായ വിശുദ്ധൻ അസാധാരണമാംവിധം ലോകത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. എല്ലാ വിശുദ്ധരെയും പോലെ പാദ്രിയോ പിയോയും പരിശുദ്ധ മാതാവിൻ്റെ ഭക്തനായിരുന്നു. മാത്രമല്ല, പരിശുദ്ധ അമ്മ പലപ്പോഴും പാദ്രിയോ പിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നുവെന്ന് ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. പാദ്രിയോ പിയോയുടെ ആത്മീയ ഗുരുവായിരുന്ന പാദ്രിയോ അഗസ്റ്റീനോ ഒരിക്കൽ ഇക്കാര്യം ചോദിച്ചപ്പോൾ നിഷ്കളങ്കനായ പാദ്രിയോ പിയോയുടെ മറുപടി വളരെ കൗതുകകരമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അപ്പോൾ അങ്ങ് അമ്മയെ നേരിൽ കണ്ടില്ലേ? അതെന്താ അങ്ങ് കാണാതിരുന്നത്? ഇല്ല എന്ന് മറുപടി കൊടുത്ത ശേഷവും പാദ്രിയോ പിയോയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ്. അമ്മയെ കാണുന്നില്ല എന്ന് പറയുന്നത് തന്നെ ദൈവനിഷേധമാണ്. വിശുദ്ധ പാദ്രിയോ പിയോയുടെ അമ്മ മറിയത്തിൻ്റെ അതീവ ഭക്തിയായിരുന്നു എന്നാണ് പറയുന്നത്. കുഞ്ഞുനാൾ മുതലേ അദ്ദേഹത്തിനും ആ ചൈതന്യം ലഭിച്ചിരുന്നു. വൈദികനാകാൻ തീരുമാനമെടുത്തപ്പോൾ അമ്മ അദ്ദേഹത്തിന് സമ്മാനിച്ചത് ഒരു ജപമാലയായിരുന്നു. പിന്നീടുള്ള ജീവിതത്തിൽ ജപമാല ഒരു ഭാഗമായി തീർന്നു. ആശ്രമത്തിലും ദേവാലയത്തിലും കുമ്പസാരക്കൂട്ടിലും എന്നിങ്ങനെ എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ കൈവശം ജപമാലയുണ്ടായിരുന്നു. മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ദീർഘനേരം പ്രാർത്ഥിക്കുന്നത് പതിവായിരുന്നു. ഒരു ദിവസം 40ഓളം ജപമാല വരെ അദ്ദേഹം അർപ്പിച്ചിരുന്നുവെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. കൂടാതെ ഭക്ഷണത്തിന് മുമ്പ് ഒരു മുഴുവൻ ജപമാല കാഴ്ചവെച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം എന്തെങ്കിലും കഴിച്ചിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഓരോ പ്രഭാതവും അദ്ദേഹം ജപമാല പ്രാർത്ഥനയോടു കൂടിയാണ് ആരംഭിച്ചിരുന്നത്. മരിയ ഭക്തി വളർത്തുന്നതിന് മറ്റുള്ളവരെ എപ്പോഴും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. വിശുദ്ധൻ പറയുന്നത്, പരിശുദ്ധ അമ്മയെ നമ്മൾ സ്നേഹിക്കുക, ആ സ്നേഹം അനുഭവിക്കുക, എപ്പോഴും ജപമാല ചൊല്ലുക, ജപമാല ഭക്തിയിൽ കഴിയുന്നത്ര വ്യാപൃതരാകുക, ശത്രുവിൻ്റെ മേൽ വിജയം നേടുവാൻ അമ്മ തന്ന ആയുധമായ ജപമാല നമ്മൾ ദിവസവും കൈവശം വയ്ക്കുക. എല്ലാ ദിവസവും നിരന്തരം ജപമാല ചൊല്ലുന്ന പാദ്രിയോ പിയോ സഹപ്രവർത്തകർക്ക് ഒരു അതിശയമായിരുന്നു. താങ്കൾക്ക് എങ്ങനെയാണ് ഇത്രയധികം മാതാവിനോട് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? ഒരിക്കലൊരു വൈദികൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കാതെ ഇരിക്കാൻ കഴിയുന്നത് എന്നായിരുന്നു അദ്ദേഹം തിരിച്ചു ചോദിച്ചത്. വിശുദ്ധ പാദ്രിയോ പിയോയും ജപമാലയും തമ്മിലുള്ള
സുദീർഘമായ ബന്ധത്തിന് ഇതുപോലെ നിരവധിയായ ഉദാഹരണങ്ങളുണ്ട്. പാദ്രി പിയോയ്ക്ക് പരിശുദ്ധ കന്യകാമറിയത്തോട് അതിരറ്റ സ്നേഹമായിരുന്നു. 1913 പിയോ എഴുതിയ ഒരു കത്തില് ഇത് വളരെ വ്യക്തമാണ്. നമ്മൾ ഇവിടെ പരിശുദ്ധ അമ്മയുടെ മനോഹരമായ മാസത്തിന്റെ അവസാനത്തിലെത്തിയിരിക്കുന്നു. ഈ പ്രിയപ്പെട്ട അമ്മയ്ക്ക് എൻ്റെ മേലുള്ള ശ്രദ്ധ ഈ മാസവും സമൃദ്ധമായി തുടരും. അവൾ എന്നെ അതിരറ്റ സ്നേഹത്തിലേക്ക് നയിക്കുന്നു. അഗ്നി അല്ലെങ്കിലും ഞാനൊരു കനലാണ്. ഈ അമ്മ വഴി മകനായ ഈശോയോട് ഞാൻ ചുറ്റപ്പെട്ടിരിക്കുന്നു. എല്ലാ സൃഷ്ടികളെയും ഈശോയുടെയും മാതാവിൻ്റെയും സ്നേഹത്തിലേക്ക് ക്ഷണിക്കാൻ ഞാൻ പറക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ കുറച്ചു മാത്രമാണ് പാദ്രി പിയോ രാത്രിയിൽ ഉറങ്ങിയിരുന്നതെന്ന് പറഞ്ഞുവല്ലോ. തന്നോട് പ്രാർത്ഥന യാചിച്ചവർക്ക് വേണ്ടി ജപമാല ചൊല്ലിയാണ് രാത്രികാലം ചെലവഴിച്ചിരുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനകളിൽ പാദ്രി പിയോയ്ക്ക് ഏറെ ഇഷ്ടം ജപമാല പ്രാർത്ഥനയായിരുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ആയുധമെന്നാണ് വിശുദ്ധ പിയോ ജപമാലയെ വിളിച്ചിരുന്നത്. ജപമാല പിയോയ്ക്ക് മഹത്തായ സമ്പത്താകാൻ കാരണങ്ങൾ രണ്ടാണ്. ഒന്നാമതായി, സുവിശേഷ സന്ദേശങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ ആഴമായി ജപമാലയിൽ സന്നിഹിതമാണ്. രണ്ടാമതായി, പരിശുദ്ധ മറിയത്തിൻ്റെ പ്രാർത്ഥനയുടെ പ്രതിധ്വനിയാണ് ജപമാല. ഇറ്റലിയിലെ പിയത്രൽച്ചിന എന്ന ഗ്രാമത്തിലാണ് ഫ്രാൻസിസ് എന്ന വിശുദ്ധ പാദ്രി പിയോയുടെ ജനനം. കർഷകരായിരുന്ന മാതാപിതാക്കൾ അത്യന്തം കഷ്ടപ്പെട്ടായിരുന്നു തൻ്റെ മകനെ വളർത്തിയിരുന്നത്. പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും തീക്ഷ്ണതയിൽ കുട്ടിക്കാലം മുതൽക്കേ അവൻ വളർന്നു വന്നു. രാവിലെയും വൈകുന്നേരവും മാലാഖമാരുടെ പള്ളിയിൽ പോയി അല്പസമയം പ്രാർത്ഥിക്കുക ഫ്രാൻസിസിൻ്റെ ശീലമായിരുന്നു. മുതിർന്നപ്പോൾ കപ്പൂച്ചിൻ ആശ്രമത്തിൽ ചേർന്ന് പഠിക്കുകയും പിയോ എന്ന നാമം സ്വീകരിച്ച് വൈദികനായി തീരുകയും ചെയ്തു. അതിനുശേഷം വിശുദ്ധൻ്റെ ആരോഗ്യനില മോശമാകാൻ തുടങ്ങി. പല വിധത്തിലുള്ള രോഗങ്ങൾ അദ്ദേഹത്തിൽ വന്നും പോയുമിരുന്നു. അതിനിടയിൽ 1-ാം ലോകമഹായുദ്ധകാലത്ത് വൈദ്യ ശുശ്രൂഷകരോടൊപ്പം ഐക്യപ്പെടുകയും എന്നാൽ കടുത്ത രോഗബാധകൾ മൂലം അദ്ദേഹം തിരികെ വരികയും ചെയ്തു. 1918 സെപ്റ്റംബർ 20 ദിവ്യബലിക്ക് ശേഷം ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ 5 മുറിപ്പാടുകൾ വിശുദ്ധൻ്റെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടു. 1968 അദ്ദേഹം ഈശോയുടെയും മാതാവിൻ്റെയും നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് മരണമടഞ്ഞു. വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ 1999 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായും 2002 വിശുദ്ധനായും പ്രഖ്യാപിച്ചു. വിശുദ്ധനിൽ വിളങ്ങിയിരുന്ന മരിയ ഭക്തി നമ്മിൽ ഓരോരുത്തരിലും നിറയുവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം.